ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളവർ കൊച്ചിയിൽ ഒത്തുചേർന്നെന്ന വിവരം. മരടിലെ ഹോട്ടലുകളിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. എസ് രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, റെയ്ഡ് പൂർത്തിയായോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാത്രി വൈകിയും റെയ്ഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ ഒരു ചാരിറ്റി കിറ്റ് വിതരണം എന്ന പേരിലാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അവിടെയാണ് പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇത്തരത്തിൽ ചില ക്രിമിനൽ ബന്ധമുള്ളവർ, ഗുണ്ടാ ബന്ധമുള്ളവർ അവിടെ എത്തുന്നുണ്ട് എന്ന്. തുടർന്നാണ് പോലീസ് അവിടെ എത്തുകയും റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ തിരുവനന്തപുരം, തമിഴ്നാട് സ്വദേശികളാണെന്നാണ് വ്യക്തമാകുന്നത്. കന്യാകുമാരി ജില്ലയിലുള്ളവരും തിരുവനന്തപുരം ജില്ലയിലുള്ളവരുമാണെന്നാണ് വ്യക്തമാകുന്നത്. അതിൽ 3 പേർക്കെതിരെ പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളും ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇതിനിടെ റെയ്ഡ് പുരോഗമിക്കവേ ഒരു തോക്കും കുരുമുളക് സ്പ്രേയും കത്തിയും പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പരിപാടി നടക്കുന്ന ഹോട്ടലിന് താഴെ പാർക്ക് ചെയ്ത ഒരു കാറിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇത് അവിടെ ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആഷ്ലിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എന്ന് പോലീസ് പറയുന്നു. ആ ആഷ്ലിൻ വന്ന കാറിൽ നിന്നാണ് ഇത് കിട്ടിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് സംഘം അറിയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പല പരിപാടികളുടെയും പേരിൽ ഇത്തരത്തിലുള്ള ചില ഒത്തുചേരലുകൾ, ആന്റി സോഷ്യൽ എലമെന്റ്സുകളുടെ വന്നുപോക്കുകൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും ശക്തമാക്കണമെന്ന് പോലീസ് നേതൃത്വം തന്നെ അതാത് ഘടക നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശോധനകൾ നടക്കുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഇതിന്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ പരിശോധനകളും അന്വേഷണവും ഉണ്ടാകുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, എസ് രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്.